Good afternoon. Good afternoon, Miss. Good afternoon, Miss. Good afternoon. Good afternoon. Good afternoon. Good afternoon. എല്ലാവർക്കും good afternoon കേട്ടോ. Okay. ഓക്കെ, നമുക്കൊരു കുറച്ച് ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാം. റെഡി ആണോ? റെഡി റെഡി ഓക്കെ. അപ്പൊ പുതുതായിട്ട് ജോയിൻ ചെയ്ത ആളുകൾ ഉണ്ടാവും, അവരൊന്നും പറയാവണ്ട കേട്ടോ. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? അതായത് പണ്ടത്തെ ബാച്ചിലുള്ള ആളുകളുണ്ട്, പുതുതായിട്ട് ജോയിൻ ചെയ്ത ആളുകളുണ്ട്. അപ്പൊ ചിലപ്പോ അവർക്ക് കിട്ടണമെന്നുണ്ടാവില്ല, അതുകൊണ്ട് പറയാനൊന്നും ആവണ്ട. നമുക്കൊന്ന് ചെയ്ത് നോക്കാം എങ്ങനെയാണെന്ന് കേട്ടോ. ഓക്കെ, അപ്പൊ ഞാൻ ആദ്യത്തെ എന്റെ ക്ലാസ് തുടങ്ങിയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ പറയുന്നത് കേട്ടോ. ചെയ്തു നോക്കാം, കിട്ടുമെന്ന് നോക്കാം കേട്ടോ. ക്വസ്റ്റ്യൻസ് ഞാൻ പറയാം, ആൻസർ മാത്രം എഴുതിയാൽ മതി. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് എന്ത് ചെയ്യാം, ആൻസേഴ്സ് ഒക്കെ വായിക്കാം. ഓക്കെ, ആർ യു റെഡി? സ്റ്റാർട്ട് ചെയ്തോട്ടെ. ഓക്കെ, കിട്ടിയിട്ടില്ലെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ, പ്രശ്നമൊന്നുമില്ല. ആദ്യത്തെ ക്വസ്റ്റ്യൻ കേട്ടോ. ഒരു പ്രദേശത്തിന്റെ നീരൊഴുക്ക് മാതൃക നിശ്ചയിക്കുന്ന 6 ഘടകങ്ങൾ എന്തെല്ലാമാണ്? ഒരു പ്രദേശത്തിന്റെ നീരൊഴുക്ക് മാതൃക നിശ്ചയിക്കുന്ന 6 ഘടകങ്ങൾ എന്തെല്ലാമാണ്? എഴുതി കഴിഞ്ഞവര് എന്ത് ചെയ്യാ, ഹാൻഡ് റൈസ് ചെയ്യാ കേട്ടോ. എഴുതണം കേട്ടോ, എഴുതണം. പറയണ്ട, എഴുതിയാ മതി കേട്ടോ. 6 പോയിന്റ്സ് എഴുതണം. കിട്ടാത്ത പോയിന്റ് ഉണ്ടെങ്കിൽ ഇവിടെ വിട്ട് കളയാ കേട്ടോ. പറയാവണ്ട, വിട്ട് കളയാ. ഓക്കെ, വേറെ ക്ലാസ് നടക്കുന്നുണ്ട് ഇവിടെ, അതാണ് കേട്ടോ വേറെ ക്ലാസ് കേൾക്കുന്നേ. ഡിസ്റ്റർബൻസ് വരുന്നുണ്ടോ നിങ്ങക്ക് ക്ലാസ്സിന്റെ? ഉണ്ടോ? ഇല്ല. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയാണ് കേട്ടോ. വലിയ നദികളുടെ വൃഷ്ടിപ്രദേശങ്ങൾ അറിയപ്പെടുന്ന പേര്? വലിയ നദികളുടെ വൃഷ്ടിപ്രദേശങ്ങൾ അറിയപ്പെടുന്ന പേര്? വലിയ നദികളുടെ വൃഷ്ടിപ്രദേശങ്ങൾ അറിയപ്പെടുന്ന പേരെന്താണെന്ന് എഴുതാം. ഇനി അടുത്തത്,
തേർഡ് ക്വസ്റ്റ്യൻ കേട്ടോ. സിന്ധു നദി ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ്? സിന്ധു നദി ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ്? സിന്ധു നദി ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ്? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞോട്ടെ. നല്ല ഡിസ്റ്റർബൻസ് ഉണ്ടോ? ബാക്കി എല്ലാവർക്കും ഡിസ്റ്റർബൻസ് ആവുന്നുണ്ടോ? ഉണ്ടോ? സ്മിത, നിഷാൻ ഡിസ്റ്റർബൻസ് ആവുന്നുണ്ടോ? ആതിര ചെറിയ ഡിസ്റ്റർബൻസ് ഉണ്ട്. ഒരു മിനിറ്റ് ഉണ്ട്. ഓക്കെ ഓക്കെ. ഓക്കെ, അപ്പൊ പരിഹാരം ഉണ്ടാക്കാം കേട്ടോ. ഓക്കെ, അവിടെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മള് ഏതായിരുന്നു എത്രാമത്തെ ക്വസ്റ്റ്യൻ എഴുതിയേ? എത്രാമത്തായിരുന്നു എഴുതിയിരുന്നേ? മൂന്നാമത്തെ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കേട്ടോ. സിന്ധു ടിബറ്റിൽ അറിയപ്പെടുന്ന പേരുകൾ എന്തെല്ലാമാണെന്ന് എഴുതാം കേട്ടോ. സിന്ധു ടിബറ്റിൽ അറിയപ്പെടുന്ന പേരുകൾ. സിന്ധു നദി ടിബറ്റിൽ അറിയപ്പെടുന്ന പേരുകൾ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ കേട്ടോ. സിന്ധുവിന്റെ ഏറ്റവും വലിയ പോഷക നദി. സിന്ധുവിന്റെ ഏറ്റവും വലിയ പോഷക നദി. സിന്ധുവിന്റെ ഏറ്റവും വലിയ പോഷക നദി ഏതാണെന്ന് എഴുതാം കേട്ടോ. നെക്സ്റ്റ്, ആറാമത്തെ ക്വസ്റ്റ്യൻ. സിന്ധു നദീജല കരാറ് എന്നാണ് ഒപ്പിട്ടത്. സിന്ധു നദീജല കരാറിന്റെ വർഷം എഴുതാ, ഡേറ്റ് എഴുതാ കേട്ടോ. ആറാമത്തേത് സിന്ധു നദീജല കരാർ. സിന്ധു നദീജല കരാർ കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ഏഴാമത്തെ ക്വസ്റ്റ്യൻ. ബ്രഹ്മപുത്ര ഒഴുകുന്ന 2 സംസ്ഥാനങ്ങളുടെ പേര് എഴുതാം കേട്ടോ. ബ്രഹ്മപുത്ര ഒഴുകുന്ന 2 സംസ്ഥാനങ്ങളുടെ പേര്. ഓക്കെ, ബ്രഹ്മപുത്ര ഒഴുകുന്ന 2 സംസ്ഥാനങ്ങളുടെ പേരെഴുതാം.
ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ പാലം ഏതാണെന്ന് എഴുതാം കേട്ടോ. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ പാലം. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ പാലം. Ninth question. അളകനദിയുടെ പോഷക നദികള് സംഗമിക്കുന്ന 5 പ്രയാഗങ്ങളുണ്ട്. ആ 5 പ്രയാഗങ്ങളുടെ പേരെഴുതുക കേട്ടോ. അളകനദിയുടെ പോഷക നദികള് സംഗമിക്കുന്ന 5 പ്രയാഗങ്ങളുണ്ട്. 5 പ്രയാഗങ്ങളുടെ പേരെഴുതാം. പത്താമത്തെ ക്വസ്റ്റ്യൻ. യമുനയുടെ വലത് തീര പോഷക നദികളുടെ പേരെഴുതാം. യമുനയുടെ വലത് തീര പോഷക നദികളുടെ പേര് എഴുതുക. ഓക്കെ. 11ാമത്തെ ക്വസ്റ്റ്യൻ. ഗംഗയെ ഇന്ത്യയുടെ ദേശീയ നദിയായി പ്രഖ്യാപിക്കപ്പെട്ട വർഷം. ഗംഗയെ ഇന്ത്യയുടെ ദേശീയ നദിയായി പ്രഖ്യാപിക്കപ്പെട്ട വർഷം. പന്ത്രണ്ട്. നമാമി ഗംഗ പദ്ധതി ഏത് വർഷമാണ് നടപ്പിലാക്കിയത്? നമാമി ഗംഗ പദ്ധതി ഏത് വർഷമാണ് നടപ്പിലാക്കിയത്? ഓക്കെ, കഴിഞ്ഞോ? കംപ്ലീറ്റ് ആയോ? ആരും ഒന്നും മിണ്ടുന്നില്ലല്ലോ. കഴിഞ്ഞില്ലേ? കഴിഞ്ഞു? എല്ലാവരുടെയും കഴിഞ്ഞു? ഓക്കെ. ആൻസേഴ്സ് പറയാമോ എന്നാ? ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ എന്താ? ഫസ്റ്റ് ആരാ പറയാ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ ആരാ പറയാ? രേവതി. ആരെങ്കിലും ഒരാൾ പറഞ്ഞേ. നിമിഷ. ആരും എഴുതിയിട്ടില്ലേ? ഷിജിൻ വർഗീസേ, ഷിജിൻ ഉണ്ടോ? ഇതെന്താ ആരും വേണ്ട? അത് ആർക്കും കിട്ടിയില്ലേ? ക്വസ്റ്റ്യൻ ഒന്നുകൂടെയോ? ഇപ്പൊ ജോയിൻ ചെയ്ത ക്വസ്റ്റ്യൻസ് ജോയിൻ ചെയ്തോളോ? ബാക്കി ആരും ഇല്ലേ? ഒറ്റ മനുഷ്യർ എഴുതിയിട്ടില്ല അല്ലെ? ഓക്കെ, ഞാൻ തന്നെ ആൻസർ പറയാം. ഓക്കെ, ഞാൻ പറഞ്ഞ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാല് ഒരു പ്രദേശത്തിന്റെ നീരൊഴുക്ക് മാതൃക. നദീവ്യൂഹം. നദീവ്യൂഹം എന്നാണോ? 6 പോയിന്റ്സ് ഉണ്ടെന്ന് പറഞ്ഞായിരുന്നില്ലേ ഞാൻ? അത് താഴ്വരകള്, ചരിവ്, ഒഴുക്കിന്റെ അളവ്, പിന്നെ ശിലകള്, പിന്നെ
ഞാനൊന്നുകൂടി പറഞ്ഞുതരാം കേട്ടോ, ഒന്നുകൂടി പറഞ്ഞുതരാം. ഇത് ഞാനിപ്പോ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പറഞ്ഞു തന്നത്, അതായത് ആൻസർ കിട്ടാത്തവർക്ക് ഉണ്ടെങ്കിൽ അതിന്റെ എക്സ്പ്ലനേഷൻ പറയാൻ വേണ്ടിയിട്ടാണ് ഒന്നുകൂടി, അതായത് ഈ ക്ലാസ് മുമ്പ് കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഒന്നുകൂടി അത് കേൾക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ക്വസ്റ്റ്യൻ ഇട്ടത്. ഓക്കെ, അപ്പൊ ഞാൻ തന്നെ പറയാം. ആദ്യത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയുന്നത്, ക്വസ്റ്റ്യൻ ഇതായിരുന്നു: ഒരു പ്രദേശത്തിന്റെ നീരൊഴുക്ക് മാതൃക നിശ്ചയിക്കുന്നത് എന്തെല്ലാം ഘടകങ്ങളെ ആശ്രയിച്ചാണ്? അപ്പൊ നീരൊഴുക്ക് മാതൃക എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം എന്താ വരിക, നീരൊഴുക്കിനെ പറ്റി പഠിക്കണം അല്ലെ? ഓക്കെ, അതായത് നമ്മൾ നദികൾ പഠിക്കുന്നതിന് മുമ്പായിട്ട് ചില കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, എന്താണ് നീരൊഴുക്ക് എന്നറിയണം, എന്താണ് പോഷക നദി, എന്താണ് കൈവഴി, ഇതൊക്കെ അറിഞ്ഞിട്ടാണ് നമ്മൾ എന്തിലേക്ക് വരിക, നദികൾ എന്ന് പറയുന്ന ടോപ്പിക് നമുക്ക് പഠിച്ചു തുടങ്ങാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോ നീരൊഴുക്ക് എന്ന് പറയുന്നത് കൃത്യമായ ചാലുകളിലൂടെയുള്ള ജലത്തിന്റെ ഒഴുക്കിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, നീരൊഴുക്ക് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ഞാൻ ഇത് മുമ്പ് പറഞ്ഞാണ്, അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഒന്നുകൂടി പറയാണ് കേട്ടോ. കൃത്യമായ ചാലുകളിലൂടെ, അതായത് നിങ്ങൾക്കറിയാലോ നദിയുടെ ഒഴുക്ക് എങ്ങനെയാണെന്ന്. കൃത്യമായിട്ട് ചാലുകളിലൂടെയാണല്ലോ നദി ഒഴുകുന്നത്. ആ നദികളുടെ ഒഴുക്കിനെയാണ് എന്ത് പറയുന്നത്, ഒഴുക്കിനെയാണ് നമ്മൾ നീരൊഴുക്ക് എന്ന് പറയുന്നത്. അപ്പൊ ഈ നീരൊഴുക്കിനെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങളിൽ പെടുന്നതിൽ ആദ്യത്തേതാണ് ഭൂവിജ്ഞാനീയ കാലഘട്ടം. ഓക്കെ, ഭൂവിജ്ഞാനീയ കാലഘട്ടമാണ് ആദ്യത്തെ ഘടകം എന്ന് പറയുന്നത്. രണ്ടാമത്തേത് ശിലകളുടെ സ്വഭാവം. ഓക്കെ, രണ്ടാമത്തേത് എന്താണ്, ശിലകളുടെ സ്വഭാവം. മൂന്നാമത്തേതാണ് ഘടന. ഓക്കെ, ഘടന. നാലാമത്തേത് ചരിവ്. അഞ്ചാമത്തേത് ഭൂപ്രകൃതി. ആറാമത്തേത് നീരൊഴുക്കിന്റെ അളവ്. ഓക്കെ, അപ്പൊ ഈ 6 പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ ഈ 6 പ്രധാനപ്പെട്ട ഫാക്ടേഴ്സിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഒരു പ്രദേശത്തെ നീരൊഴുക്ക് മാതൃക നമ്മൾ നിശ്ചയിക്കുന്നത്. അപ്പൊ PSC ക്വസ്റ്റ്യൻസിൽ ചോദിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത്, ഒരു പ്രദേശത്തിന്റെ നീരൊഴുക്ക് മാതൃകയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളിൽ പെടാത്തതേത്, പെടുന്നതേത്, അങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരിക. അപ്പൊ എന്ത് ചെയ്യണം, ഈ 6 പോയിന്റ്സ് എന്ത് ചെയ്യണം, നമ്മള് നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. ഓക്കെ, അപ്പൊ ഞാൻ ഒന്നുകൂടി പറയാം. ഒരു പ്രദേശത്തിന്റെ നീരൊഴുക്ക് മാതൃകയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് ഭൂവിജ്ഞാനീയ കാലഘട്ടം, ശിലകളുടെ സ്വഭാവം, ചരിവ്, ഘടന, ഭൂപ്രകൃതി, നീരൊഴുക്കിന്റെ അളവ്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഓക്കെ, നിങ്ങൾ റെസ്പോണ്ട് ചെയ്യണം കേട്ടോ, എന്നാലും എനിക്ക് അറിയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഒന്നും കൂടി പറയാൻ വേണ്ടിയിട്ടാണ് ക്ലിയർ ആണോ എന്ന് ചോദിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ അത്രേ ഉള്ളൂ കാര്യങ്ങൾ. ഈ 6 പോയിന്റ് എന്ത് ചെയ്യണം, പഠിച്ചു വെക്കണം കേട്ടോ. നെക്സ്റ്റ്, വലിയ നദികളുടെ വൃഷ്ടി പ്രദേശങ്ങൾ അറിയപ്പെടുന്ന പേര് എന്താണ്? നദീതടങ്ങളാണ് അല്ലെ. വലിയ നദികളുടെ വൃഷ്ടിപ്രദേശങ്ങളാണ് നദീതടങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ വൃഷ്ടിപ്രദേശം എന്ന് പറഞ്ഞാല് ഒരു നദിയിലേക്ക് വെള്ളം എത്തുന്ന നിശ്ചിത പ്രദേശത്തെയാണ് എന്ത് പറയുന്നത്, നമ്മള് വൃഷ്ടിപ്രദേശം എന്ന് പറയുന്നത് കേട്ടോ. ഒരു നദിയിലേക്ക് വെള്ളം എത്തുന്ന നിശ്ചിത പ്രദേശമാണ് വൃഷ്ടി പ്രദേശം. ഓക്കെ, ഒരു നദി ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ആ നദി ഒഴുകിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ അതിനകത്തോട്ട് വെള്ളം പാസ് ചെയ്യുമല്ലോ. വെള്ളം വരുന്നതിനായിട്ട് എന്താണ്, ഒരു നിശ്ചിത ഏരിയ ഉണ്ട് ആ നദിക്ക് ചുറ്റും. അതിനെയാണ് നമ്മള് വൃഷ്ടിപ്രദേശം എന്ന് പറയുന്നത്. അപ്പൊ ചെറിയ നദികൾക്കുണ്ട് വൃഷ്ടിപ്രദേശങ്ങള്, വലിയ നദികൾക്കും വൃഷ്ടിപ്രദേശങ്ങളുണ്ട്. ഓക്കെ, ഇപ്പൊ വലിയ നദികളുടെ വൃഷ്ടിപ്രദേശങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, നദീതടങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, ചെറിയ നദികളുടെ വൃഷ്ടിപ്രദേശങ്ങളാണെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും, നീർത്തടങ്ങൾ. ഓക്കെ, അപ്പൊ അതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം കേട്ടോ. അപ്പോ വലിയ നദികളുടെ വൃഷ്ടിപ്രദേശങ്ങള് നദീതടങ്ങൾ, ചെറിയ നദികളുടെ വൃഷ്ടിപ്രദേശങ്ങൾ അഥവാ നീർത്തടങ്ങൾ എന്ന് അറിയപ്പെടുന്നു. ഓക്കെ, ഇനി നെക്സ്റ്റ്, സിന്ധു നദി ഉത്ഭവിക്കുന്നത് എവിടെന്നാ ഉത്ഭവിക്കുന്നത്? മാനസരോവർ തടാകത്തിൽ നിന്ന്. ടിബറ്റിലെ സരോവർ തടാകത്തിൽ നിന്നാണ് എന്ത് ഉത്ഭവിക്കുന്നത്, സിന്ധു നദി ഉത്ഭവിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ്, സിന്ധു ടിബറ്റിൽ അറിയപ്പെടുന്ന പേരുകൾ എന്തെല്ലാമാണ്? സാങ്പോ, സിംഗി കമ്പൻ എന്നും സംഗി സാങ്പോ എന്നുമാണ്
ടിബറ്റിൽ എന്തറിയപ്പെടുന്നേ? സിന്ധു അറിയപ്പെടുന്നത് കേട്ടോ. ഷിജിൻ വർഗീസെ, ടിബറ്റില് ബ്രഹ്മപുത്ര അറിയപ്പെടുന്നതാണ് കേട്ടോ, സാങ്പോ. ഓക്കെ. ബ്രഹ്മപുത്ര, ടിബറ്റൻ ജനത ബ്രഹ്മപുത്രയെ വിളിക്കുന്ന പേരാണ് സാങ്പോ എന്ന്. സാങ്പോ എന്ന വാക്കിനർത്ഥം ശുദ്ധീകരിക്കുന്ന അഥവാ പ്യൂരിഫയർ എന്നാണ് കേട്ടോ. ഓക്കെ. അവര് ബ്രഹ്മപുത്രയെ ഒരു ദൈവികമായിട്ടുള്ള നദിയാണ് ഇട്ടാണ് കാണുന്നത്, അതുകൊണ്ടാണ് സാങ്പോ എന്ന് അതിനെ വിളിക്കുന്നേ. ഓക്കെ. നെക്സ്റ്റ്, സിന്ധുവിന്റെ ഏറ്റവും വലിയ പോഷക നദി? ചിനാബ്. അപ്പൊ ചെറുതാണെങ്കിലോ? ബിയാസ്. അപ്പൊ ഇന്ത്യയിലൂടെ ഒഴുകുന്നതിൽ ഏറ്റവും വലുത് ഏതാ? സത്പുര. സത്ലജ്. സത്ലജ് കേട്ടോ, സത്ലജ്. അപ്പൊ വലുത് നമ്മള് നോക്കുമ്പോ ചിനാബ്, വലിയത് ചിനാബ്, ചെറുത് ബിയാസ്. ഇന്ത്യയിലൂടെ ഒഴുകുന്നതിൽ ഏറ്റവും വലുത് വെച്ചിട്ടുള്ളത് സത്ലജ്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഏതായിരുന്നു? സിന്ധു നദീ ജല കരാർ അല്ലേ? എന്നായിരുന്നു? 1960 സെപ്റ്റംബർ 19. 1960 സെപ്റ്റംബർ 19 എന്ത് സിന്ധു നദീ ജല കരാർ വരുന്നേ. ഓക്കെ. നെക്സ്റ്റ്, ബ്രഹ്മപുത്ര ഒഴുകുന്ന സംസ്ഥാനങ്ങള്? അസം, അരുണാചൽ പ്രദേശ്. രണ്ട് സംസ്ഥാനങ്ങളിലൂടെയാണ് രാജ്യങ്ങളല്ലേ പറഞ്ഞേ? അല്ല മോനെ, സംസ്ഥാനങ്ങളാ പറഞ്ഞേ കേട്ടോ, സംസ്ഥാനങ്ങളാ പറഞ്ഞേ. ബ്രഹ്മപുത്ര ഒഴുകുന്ന സംസ്ഥാനങ്ങള് അസമും അരുണാചൽ പ്രദേശുമാണ് കേട്ടോ. ബ്രഹ്മപുത്രയുടെ ഫ്ലോ എന്ന് ആർക്കെങ്കിലും പറയാമോ? ആരാ പറയാ? ഐശ്വര്യ. ഐശ്വര്യ ഉണ്ടോ? ദിവ്യ? ടിബറ്റിലെ മാനസ സരോവർ തടാകത്തിനടുത്തുള്ള പിന്നെ അരുണാചൽ പ്രദേശ് ഇന്ത്യയിലേക്ക് നംജ പർവ്വതത്തെ ചുറ്റി ഒഴുകുന്നു. പിന്നെ ഇന്ത്യയിലെ അസം, അരുണാചൽ പ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലൂടെ ഒഴുകി ബംഗ്ലാദേശിലേക്ക് പ്രവേശിക്കുന്നു. ബംഗ്ലാദേശിൽ നിന്ന് അത്ര ഓർമ്മ കിട്ടുന്നുള്ളോ ദിവ്യ? വേറെ ആരെങ്കിലും ഒന്ന് പറയാമോ? ആരെങ്കിലും ഉണ്ടോ? നിമിഷ, ഷിജിൻ വർഗീസെ പറയാമോ? നൗസിയ പറയോ? നൗസിയ പറയാ? മാനസ സരോവറില് ചെമയുങ്ങ് ഇതും ഹിമാനിയിൽ നിന്ന് ഉത്ഭവിക്കുന്നത്. കേൾക്കുന്നില്ല മോളെ, കേൾക്കുന്നില്ല. ഓക്കെ. സരോവറിലെ ചെമയുങ്ങില് ഉത്ഭവിക്കുന്നു. ഉത്ഭവിക്കുന്നു. എന്നിട്ട് ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നത് സാദിയ, അരുണാചൽ പ്രദേശില്. പിന്നെ ഹിമാലയത്തിന് സമാന്തരമായി കിഴക്കോട്ട് ഒഴുകുന്നു. യു ആയിട്ട് തിരിയുന്നത് നാംച ബർവേല്. ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്നു. അത്രക്കറിയത്തുള്ളൂ. ടിബറ്റിലെ മാനസരോവർ തടാകത്തിൽ ചെമയും ഹിമാനിയനും ഉത്ഭവിക്കുന്നു. ചുവന്ന നദി എന്നറിയപ്പെടുന്നു. ഇന്ത്യയിലൂടെ ഒഴുകുന്ന 916. ഹിമാലയത്തിന് സമാന്തരമായി കിഴക്കോട്ട് ഒഴുകുന്ന ബ്രഹ്മപുത്ര നദി
യൂട്ടേൺ തിരിഞ്ഞ് അരുണാചൽ പ്രദേശിലേക്ക് കടക്കുന്നു. പിന്നെ ഏഷ്യയിലെ ഏറ്റവും വലിയ നദീജലീ ദ്വീപായ മജുലി സ്ഥിതി ചെയ്യുന്നത് ബ്രഹ്മപുത്രയിലാണ്. അരുണാചൽ പ്രദേശ് അരുണാചൽ പ്രദേശും മറന്നുപോയല്ലോ. ഓക്കെ, ഞാൻ തന്നെ ഒരു പ്രാവശ്യം കൂടി ഞാൻ പറയാം. നാഷണൽ വാട്ടർവേ ടു. നാഷണൽ വാട്ടർവേ. ഞാൻ ഫ്ലോ ആണ് ചോദിച്ചത് കേട്ടോ. ഫ്ലോ മാത്രം പറയുന്നത് കേട്ടോ. അപ്പൊ കേൾക്കാത്തവരുണ്ടെങ്കിൽ ഒന്നുകൂടി ഒന്ന് കേട്ടിരിക്കുക കേട്ടോ. അപ്പൊ ചൈനയുടെ ഭാഗമായിട്ടുള്ള ടിബറ്റിലെ ചെമയുങ്തും ഹിമാനി എന്നാണ് എന്ത് ഉത്ഭവിക്കുന്നത്? ബ്രഹ്മപുത്ര ഒഴുകുന്നത് കേട്ടോ. ഓക്കെ, ബ്രഹ്മപുത്ര ഉത്ഭവിക്കുന്നത് ചെമ യുങ് ദുങ് ഹിമാനി. ഓക്കെ, ഉത്ഭവ സ്ഥലത്ത് അതായത് ടിബറ്റിലെ ഈ നദി അറിയപ്പെടുന്നത് സാങ്പോ എന്ന പേരിലാണ്. ഞാൻ പറഞ്ഞു ടിബറ്റൻ ജനതയുടെ ദൈവികമായിട്ടുള്ള നദിയാണെന്ത്? ബ്രഹ്മപുത്ര. അതുകൊണ്ട് തന്നെ സാങ്പോ എന്ന വാക്കിനർത്ഥം ദൈവികമായ അല്ലെങ്കിൽ പ്യൂരിഫയർ എന്നാണ്. ടിബറ്റിൽ ഏകദേശം ദൂരം ഒഴുകിയതിനു ശേഷം പിന്നീട് ബ്രഹ്മപുത്ര അതായത് ഈസ്റ്റ് ഫ്ലോയിങ് ആണ്, കിഴക്കോട്ടാണ് ഒഴുകുന്നത്, ഇന്ത്യയിലേക്ക് വരുന്നു. ഇന്ത്യയിലേക്ക് ഈ നദി വരുന്നത് നംച പർവ എന്ന് പറയുന്ന പർവ്വതത്തെ യൂട്ടേൺ തിരിഞ്ഞിട്ടാണ്. ഓക്കെ, കിഴക്ക് ഭാഗത്തുള്ള പർവ്വതമാണ്, അരുണാചൽ പ്രദേശിന്റെ ബോർഡർ ആയിട്ട് വരും. ആ ഒരു പർവ്വതത്തെ യൂട്ടേൺ തിരിഞ്ഞിട്ട് ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നു. ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്ന സ്ഥലം സാദിയ, അരുണാചൽ പ്രദേശ്. ഓക്കെ, അങ്ങനെ ഇന്ത്യയിലൂടെ അതായത് അരുണാചൽ പ്രദേശിലൂടെ ഒഴുകുമ്പോൾ അരുണാചലിലെ ജനങ്ങള് ഈ നദിയെ വിളിക്കുന്ന പേരാണ് ദിഹാങ് അല്ലെങ്കിൽ സിയാങ്. ഓക്കെ, അപ്പോ രണ്ട് പേരുകളിലാണ് ബ്രഹ്മപുത്ര അരുണാചൽ പ്രദേശിൽ അറിയപ്പെടുന്നത്. ഒന്ന് ഡിഹാങ്, രണ്ട് സിയാങ്. ഓക്കെ, അങ്ങനെ ഈ നദി അവിടെ നിന്ന് ഒഴുകുകയാണ്. ഒഴുകിക്കൊണ്ടിരിക്കുമ്പോൾ ഈ നദിയുടെ പ്രധാനപ്പെട്ട പോഷക നദികള് ഈ നദിയിൽ വന്നു ചേരുന്നു. അത് അരുണാചൽ പ്രദേശിൽ വെച്ചിട്ടാണ് ബ്രഹ്മപുത്രയുടെ വലത് തീര പോഷക നദികള് ബ്രഹ്മപുത്രയിൽ വന്ന് ചേരുന്നത്. അതിനകത്ത് പ്രധാനപ്പെട്ട വലത് തീര പോഷക നദികൾ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് സുബാൻസിരി, പിന്നെ ലോഹിത്, മനാസ്, ടീസ്റ്റ, കാമോങ്, സങ്കോഷ്. ഇങ്ങനെ 6 പ്രധാനപ്പെട്ട വലത് തീര പോഷക നദികൾ എന്തില് വന്ന് ചേരുന്നുണ്ട്? ബ്രഹ്മപുത്രയിൽ വന്ന് ചേരുന്നുണ്ട്. എവിടെ വെച്ചിട്ടാ? അരുണാചൽ പ്രദേശിൽ വെച്ചിട്ടാണ് വന്ന് ചേരുന്നത് കേട്ടോ. ഒന്നും കൂടി പറയാം. സുബാൻസിരി, ലോഹിത്, മനാസ്, ടീസ്റ്റ, കാമോങ്, സങ്കോഷ്. ഓക്കെ, ഇനി ഈ നദികൾ ഇതിനകത്ത് ജോയിൻ ചെയ്ത ശേഷം വീണ്ടും എന്ത് ചെയ്യുന്നുണ്ട്? ബ്രഹ്മപുത്ര നദി ഒഴുകുന്നുണ്ട്. പിന്നീട് ഈ നദി വരുന്നത് അസമിലേക്കാണ്. ഓക്കെ, അരുണാചലിലെ ഫ്ലോ കഴിഞ്ഞിട്ട് പിന്നീട് വരുന്നത് എങ്ങോട്ടാ? അസമിലേക്ക് വരുന്നു. ഓക്കെ, അസമില് പക്ഷേ ഈ നദി അറിയപ്പെടുന്ന പേര് എന്തല്ല? ബ്രഹ്മപുത്ര എന്നല്ല, അവരുടെ പ്രാദേശിക പേരായിട്ടുള്ള ദിബാങ് എന്ന പേരിലാണ് ഈ നദി അവിടെ അറിയപ്പെടുക. ഓക്കെ, ദിബാങ്. നമ്മൾ അരുണാചലിൽ പറഞ്ഞപ്പോ പറഞ്ഞു ഡിഹാങ് അല്ലെങ്കിൽ സിയാങ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. എന്നാല് അസമിലേക്ക് വരുമ്പോൾ ദിബാങ് എന്ന പേരായി ബ്രഹ്മപുത്രയ്ക്ക്. ഓക്കെ, ഇനി അവിടെ ഒഴുകുന്നു. അവിടെ ഒഴുകുന്നത് എത്രയാ? 750 കിലോമീറ്റർ ആണ് അവിടെ ഒഴുകുന്നത് കേട്ടോ. ഓക്കെ, 750 കിലോമീറ്റർ. അതായത് ബ്രഹ്മപുത്ര ഏറ്റവും കൂടുതൽ ഒഴുകുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ അത് അസമാണ്. ഓക്കെ, ബ്രഹ്മപുത്രയുടെ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് അതായത് ടിബറ്റിലെ ചെമയുങ്തുങ് ഹിമാനി തൊട്ട് ബംഗാൾ ഉൾക്കടലിലെ പതനം വരെയുള്ളതിന്റെ ടോട്ടൽ ഫ്ലോ എന്ന് പറയുന്നത് 2900 കിലോമീറ്റർ ആണ്. അതിനകത്ത് ഇന്ത്യയിലൂടെ ഒഴുകുന്ന ദൂരം പ്രോപ്പറായിട്ട് പറയുകയാണെങ്കിൽ എത്രയാ? അരുണാചലിലൂടെയും അസമിലൂടെയും ഒക്കെ ഒഴുകുന്ന ദൂരം എന്ന് പറയുന്നത് 916 കിലോമീറ്റർ ആണ്. അതിനകത്ത് ഈ 916 കിലോമീറ്ററിലെ 750 ഒഴുകുന്നത് അസമിലൂടെയാണ്. ഓക്കെ, അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് കേട്ടോ. 750 ഒഴുകുന്നത് എവിടെ തന്നെയാ? അത് അസമിൽ തന്നെയാണ്. ഇനി ഈ അസമിൽ വെച്ചിട്ട് ബ്രഹ്മപുത്രയുടെ ഇടത് തീര പോഷക നദികളായ ധനുശ്രീ ആൻഡ് കലാങ്, ഈ 2 ഇടത് തീര പോഷക നദികള് ബ്രഹ്മപുത്രയോട് വന്ന് ചേരുന്നു.
അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞായിരുന്നു 6 പ്രധാനപ്പെട്ട വലത് തീര പോഷക നദികള് വന്നു ചേരുന്നത് അരുണാചൽ പ്രദേശിലാണെങ്കിൽ പിന്നീടുള്ള ഇടത് തീര പോഷക നദികളായ ധനുശ്രീയും കലാങ്ങും വന്നു ചേരുന്നത് അസമിൽ വെച്ചിട്ടാണ്. ഓക്കെ, ഇനി അസമിലെ നദി പ്രവേശിക്കുന്നത് വലിയൊരു ഗർലിംഗ് സൗണ്ടോട് കൂടിയാണ്. ഗർലിംഗ് സൗണ്ട് മീൻസ് കുത്തിയൊലിക്കുന്ന ശബ്ദം. ഓക്കെ, ജസ്റ്റ് ഒരു സെക്കൻഡ്, ഒരു വെള്ളം കുടിച്ചോട്ടെ. അപ്പോ ഒരു ഗർലിംഗ് സൗണ്ടോട് കൂടിയാണ് ഇത് വരുന്നത്. അതായത് ഈ ഒരു ബ്രഹ്മപുത്ര അസമിലേക്ക് പ്രവേശിക്കുമ്പോൾ അവിടുത്തെ, അതായത് അസം ജനതയ്ക്ക് ഒരു എന്താ പറയാ ഭയങ്കരമായിട്ടുള്ള പേടിയാണ് സൃഷ്ടിക്കുന്നത്. കാരണം നമ്മള് ബ്രഹ്മപുത്രനെ പറ്റി പഠിക്കുമ്പോൾ അത് അസമിന്റെ ദുഃഖം എന്ന് പറയുന്നുണ്ട്, അസമിന്റെ ജീവരേഖ എന്ന് ആ നദിയെ നമ്മൾ വിശേഷിപ്പിക്കുന്നുണ്ട്. കാരണം രണ്ടും എന്താ പറയാ ഒരു കോൺട്രവേഴ്സി ആയിട്ടാണ് നിൽക്കുന്നത്, വിരോധാഭാസം അല്ല, വിപരീതമാണ്. അതായത് ദുഃഖം എന്നറിയപ്പെടുന്നു, അതുപോലെ തന്നെ ജീവരേഖ എന്നും അറിയപ്പെടുന്നു. ഓക്കെ, അതായത് ഈ ഒരു നദി അസമിന്റെ ദുഃഖം എന്ന് പറയാൻ കാരണം ഈ ബ്രഹ്മപുത്ര എന്ന് പറയുന്ന നദി ധാരാളം ജലം ഉൾക്കൊള്ളുന്ന നദിയാണ്. ഓക്കെ, അപ്പോ ഈ നദിയുടെ ഒഴുക്ക്, അതായത് ഈ ഒഴുകി വരുമ്പോൾ പ്രത്യേകിച്ച് റെയിനിങ് സീസൺ ഒക്കെ ആണെങ്കിൽ ആ ഒരു ഗ്രാമപ്രദേശത്തെ മൊത്തം അപ്പാടെ വിഴുങ്ങിക്കൊണ്ടാണ് എന്ത് പോകുന്നത്, ബ്രഹ്മപുത്ര നദി പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു അസം ജനത റെയിനി സീസൺ ഒക്കെ ആകുമ്പോൾ സ്ട്രീറ്റില് ടെമ്പ് കെട്ടിയാണ് താമസിക്കുന്നത്. ഓക്കെ, അവർക്ക് അത്രയും പേടിയാണ് ഈ ഒരു നദിയെ. ഓക്കെ, അതുകൊണ്ടാണ് അവരുടെ ദുഃഖം എന്ന് പറയുന്നത്. പിന്നീട് പറയുന്നുണ്ട് അസമിന്റെ ജീവരേഖ എന്ന് പറയുന്നുണ്ട്. അത് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അസം ജനതയുടെ പ്രധാനപ്പെട്ട ഉപജീവന മാർഗങ്ങളായ മത്സ്യബന്ധനം, അതുപോലെ തന്നെ ടൂറിസം എന്നിവ ഈ നദിയെ ആശ്രയിച്ചിട്ടാണ് നടക്കുന്നത്. ഓക്കെ, അവരുടെ എന്താ പറയാ അവര് ഡേ ടു ഡേ ലൈഫ് അവരുടെ മുന്നോട്ട് പോകുന്നത് ഈ ഒരു നദിയെ ബേസ് ചെയ്തുകൊണ്ടാണ്. അതുകൊണ്ടാണ് അസംകാരുടെ ജീവരേഖ എന്ന് ഈ നദിയെ പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. ഓക്കെ, അങ്ങനെ ആ നദി ഒഴുകുകയാണ്, അസമിൽ മൊത്തം ഒഴുകി. അസമിൽ ഒഴുകിയതിനു ശേഷം പിന്നീട് നേരിട്ട് ഡയറക്റ്റ് ആയിട്ട് ഈ നദി പോകുന്നത് ബംഗ്ലാദേശിലേക്കാണ് കേട്ടോ. അപ്പൊ ഞാൻ തുടക്കം മുതലുള്ള ഒരു ഫ്ലോ ആണ് ഇപ്പൊ പറഞ്ഞിട്ട് എന്തൊക്കെ സംഭവിച്ചു എന്നുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഒരാളെ കൊണ്ട് ഞാനത് പറയിപ്പിക്കും കേട്ടോ, എന്നാൽ മാത്രമേ എനിക്ക് മനസ്സിലാവുള്ളൂ നിങ്ങൾക്ക് ഇത് എത്രത്തോളം ക്യാച്ച് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഞാൻ അങ്ങനെ പറയിപ്പിക്കാറുണ്ട് എന്റെ ഓഫ്ലൈൻ ക്ലാസ്സിലൊക്കെ, പിള്ളേരെ കൊണ്ട് പറയിപ്പിക്കാറുണ്ട്. അപ്പൊ അവര് പറയാറുണ്ട്, അത് എനിക്ക് നിങ്ങൾക്കും അറിയണമല്ലോ എത്രത്തോളം നിങ്ങൾക്ക് ഇത് മനസ്സിലായെന്ന് കേട്ടോ. അങ്ങനെ ബംഗ്ലാദേശിലേക്ക് കടക്കുന്ന പ്രദേശം അറിയപ്പെടുന്നതാണ് ദുബ്രി കേട്ടോ. ബ്രഹ്മപുത്ര ബംഗ്ലാദേശിലേക്ക് പ്രവേശിക്കുന്ന പ്രദേശം അറിയപ്പെടുന്നതാണ് ദുബ്രി. ഓക്കെ, അറ്റ് ദ സെയിം ടൈം നമ്മുടെ ഇന്ത്യയുടെ, അതായത് നമ്മൾ ഈ ഒരു ഡയറക്ഷൻ എന്ന് പറയുന്നത് കിഴക്കാണ് ഇപ്പൊ പറഞ്ഞത് അല്ലെ. പടിഞ്ഞാറ് ഭാഗത്ത് നിന്ന് ഒരു നദി ഒഴുകി വരുന്നുണ്ട്, അതിന്റെ പേരാണ് ഗംഗ. ഈ ഗംഗയും ബ്രഹ്മപുത്രയും ചേർന്ന് എന്താ ജോയിൻ ചെയ്യും. ഓക്കെ, ജോയിൻ ചെയ്യുന്ന സ്ഥലത്ത് വെച്ചിട്ട്, അതായത് ഈ രണ്ട് നദികള് ധാരാളം എക്കലുകള് നിക്ഷേപിച്ച്, അതായത് എക്കലുകൾ വഹിച്ചുകൊണ്ടാണ് നമ്മൾ മറ്റേ മധ്യഘട്ടവും ഉപരിഘട്ടവും കീഴ്ഘട്ടവും ഒക്കെ പഠിച്ചായിരുന്നു അല്ലെ. ധാരാളം എക്കലുകള്, അവസാദങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇത് വഹിച്ചുകൊണ്ടാണ് ഈ നദികൾ വരുന്നത്. അങ്ങനെ ഈ രണ്ട് നദികളും ഒരിടത്ത് വെച്ച് ഇതിനൊന്ന് ഡെപ്പോസിറ്റ് ചെയ്യും. അങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്യുന്നതാണ് എന്ത്, ഡെൽറ്റ എന്ന് പറയുന്നത് കേട്ടോ. അതായത് ഈ എക്കലുകള് ത്രികോണാകൃതിയിലുള്ള ഒരു ചതുപ്പ് നിലത്തിന് രൂപം കൊടുക്കും. അങ്ങനെയുള്ള ചതുപ്പ് നിലത്തിന്റെ പേരാണ് ഡെൽറ്റ. അങ്ങനെ ഗംഗയും ബ്രഹ്മപുത്രയും ചേർന്ന് രൂപീകരിച്ചിട്ടുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ഡെൽറ്റയാണ് സുന്ദർബൻ ഡെൽറ്റ. ഓക്കെ, പിന്നീട് നദി ബംഗ്ലാദേശിലേക്ക് ഒഴുകിയതിനു ശേഷം, അതായത് ബംഗ്ലാദേശിൽ ഈ നദി അറിയപ്പെടുന്ന പേര് ജമുന എന്നാണ്. ബ്രഹ്മപുത്ര അറിയപ്പെടുന്നത് ജമുന എന്നാണ്. ജമുനയായിട്ടാണ് അവിടെ ഒഴുകുന്നത്. ഒഴുകിയതിനു ശേഷം മേഘ്ന എന്ന പേരിൽ ഈ നദി ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നു. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് എന്ത് പറയുന്നത്, ഇതിന്റെ ഒരു ഫ്ലോ എന്ന് പറയുന്നത്. അപ്പൊ ഇതിന് പല പേരുകളുണ്ട്. സാങ്കോ എന്ന് വിളിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞു. അതുകൂടാതെ ദിഹാങ്, സിയാങ് എന്ന് വിളിക്കുന്നു, ദിപാങ് എന്ന് വിളിക്കുന്നു, പിന്നെന്താ ജമുന എന്ന പേരിൽ വിളിക്കുന്നു, മേഘ്ന എന്ന പേരിൽ വിളിക്കുന്നു. അത് ഇങ്ങനെയൊക്കെ പേരുകളുള്ള നദിയാണെന്ത്
ബ്രഹ്മപുത്ര എന്ന് അറിയപ്പെടുന്നത്. ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ക്ലിയർ ആണ് അല്ലേ? അപ്പൊ ആരാ ഒരാൾ പറയാ? ഞാൻ പറയാം. ആ, മിടുക്കി, പറഞ്ഞോ കേട്ടോ. ഉത്ഭവം തുടങ്ങി പറഞ്ഞോളൂ. ടിബറ്റിലെ ചെമയുങ്തും ഹിമാലയയിൽ നിന്ന് ഉത്ഭവിക്കുന്ന ബ്രഹ്മപുത്ര ടിബറ്റിൽ അറിയപ്പെടുന്നത് സാങ്പോ എന്ന പേരിലാണ്. ഇത് ഹിമാലയത്തിന് സമാന്തരമായി കിഴക്കോട്ടൊഴുകി നംച പർവ്വയെ ചുറ്റി അരുണാചൽ പ്രദേശിൽ പ്രവേശിക്കുന്നു. ആ സ്ഥലം അറിയപ്പെടുന്നത് സാദിയ എന്ന പേരിലാണ്. അരുണാചൽ പ്രദേശിൽ കൂടി ഒഴുകുമ്പോൾ ബ്രഹ്മപുത്ര അറിയപ്പെടുന്നത് ദിഹാങ് അല്ലെങ്കിൽ സിയാങ് എന്ന പേരിലാണ്. ബ്രഹ്മപുത്രയുടെ 5 വലതുതീര പോഷക നദികൾ അരുണാചൽ പ്രദേശിൽ വെച്ച് ചേരുന്നു. സുബൻസിരി, സങ്കോഷ്, ലോഹിത്, ടീസ്റ്റ, കാമോങ്, മനാസ് എന്നീ നദികൾ അരുണാചൽ പ്രദേശിൽ വെച്ച് ചേരുന്നു. വീണ്ടും ഒഴുകി ആസാമിലെത്തുന്നു. ആസാമിൽ അറിയപ്പെടുന്നത് ദിബാങ് എന്ന പേരിലാണ്. എന്നിട്ട് അസാമിൽ കൂടി ഒഴുകി ബംഗ്ലാദേശിലേക്ക് പ്രവേശിക്കുന്നു. അപ്പോൾ ഗംഗയും കൂടി ഒഴുകി ഗംഗയും ബ്രഹ്മപുത്രയും കൂടി അവിടെ ഒരു ഡെൽറ്റ സൃഷ്ടിക്കുന്നു. അതാണ് സുന്ദർബൻ ഡെൽറ്റ. ദുബ്രി എന്ന സ്ഥലത്തു നിന്ന് ഗംഗയും ബ്രഹ്മപുത്രയും ഒരുമിച്ച് ജമുന എന്ന പേരിൽ ബംഗ്ലാദേശിൽ കൂടി ഒഴുകുന്നു. ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നു. എന്ത് പേരിലാ ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നത്? മേഘന എന്ന പേര്. മേഘന കേട്ടോ. അപ്പൊ നന്നായിട്ട് പറഞ്ഞോ അമ്പിളി. ഇനി വേറെ ആരെങ്കിലും കണ്ടോ? അമ്പിളി പറഞ്ഞോ. അതുപോലെ ഒരാൾക്കെങ്കിലും പറയാമോ? വേറെ ആർക്കെങ്കിലും പറയാമോ? അമ്പിളിക്ക് മാത്രം മനസ്സിലായുള്ളൂ അപ്പൊ ഞാൻ പറഞ്ഞത്, വേറെ ആർക്കും മനസ്സിലായിട്ടില്ല. ഒരാളും കൂടി പറയാം. ഒരാൾ ആരുമില്ല? ഓക്കെ. ഹലോ, നൗസിയ പറയാം. ആ, മാനസ സരോവറിലെ ചെമയുങ്ങിൽ നിന്ന് ഉത്ഭവിക്കുന്നു. അവിടെ നിന്ന് യൂടേൺ തിരിഞ്ഞ് നാംച ബാർവിയിൽ നിന്ന് സാദിയയിലൂടെ അരുണാചൽ പ്രദേശ് എന്ന സംസ്ഥാനത്തിലൂടെ ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നു. അവിടെ നിന്ന് പിന്നീട് 6 വലതു തീര പോഷക നദികളുമായിട്ട് അരുണാചൽ പ്രദേശിൽ പ്രവേശിക്കുന്നു. പിന്നീട് അത് അസമിലേക്ക് ദിബാങ്ങിൽ വെച്ച് കൂടുന്നു. അവിടെ 750 കിലോമീറ്റർ ഒഴുകുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ ഒഴുകുന്നത് അസമിലാണ്. അവിടെ കുത്തി ഒഴുകി പോകുന്നത് കൊണ്ട് അവിടെ അസമിന്റെ ദുഃഖമെന്നും അസമിന്റെ അവിടെ കൂടുതലായിട്ട് വെള്ളം ഉള്ളത് കൊണ്ട് അവർക്ക് നല്ല ഇതായതുകൊണ്ട് അസമിന്റെ ജീവരേഖയെന്നും അറിയപ്പെടുന്നു. അവിടെ നിന്ന് പിന്നീട് ബംഗ്ലാദേശിലേക്ക് ദുബ്രിയിൽ പ്രവേശിക്കുന്നു. ഗംഗയും ബ്രഹ്മപുത്രയും ചേർന്ന് അവിടെ ഒരു ഡെൽറ്റ സൃഷ്ടിക്കുന്നു. അതാണ് ഏറ്റവും വലിയ ഡെൽറ്റ. സുന്ദർബൻ എന്നറിയപ്പെടുന്നു. ബംഗ്ലാദേശിൽ ജമുന എന്നറിയപ്പെടുന്നു. മേഘ്നയായി ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നു. ഓക്കെ. വെരി ഗുഡ് നൗസിയ, നന്നായിട്ട് പറഞ്ഞു കേട്ടോ. ഓക്കെ, നമുക്ക് എന്റെ ക്ലാസ് കഴിയുമ്പോ ക്ലാസ് ഉണ്ട് കേട്ടോ. റഫീഖ് സാറിന്റെ ക്ലാസ് ഉണ്ട് കേട്ടോ. ഇത് കഴിഞ്ഞതിന് ശേഷം ആരും പോകരുത് കേട്ടോ. ഓക്കെ. അപ്പോ നമ്മള് ബ്രഹ്മപുത്രയുടെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫ്ലോ മാത്രമാണ് കേട്ടോ പറഞ്ഞത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഏതായിരുന്നു? ഏറ്റവും വലിയ പാലം. ഏതാണ് പാലം? ഭൂപൻ ഹസാരിക പാലം. ഭൂപേൻ ഹസാരിക പാലമാണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ പാലം.
അത് ലോഹിത് എന്ന് പറയുന്ന നദിക്ക് കുറുകെയാണ് കേട്ടോ. ബ്രഹ്മപുത്രയുടെ ബ്രഹ്മപുത്രയില്ലേ? അതെ, ബ്രഹ്മപുത്രയുടെ വലത് തീര പോഷക നദിയായ ലോഹിത് നദിക്ക് കുറുകെയാണ് എന്തുള്ളത്? ഭൂപേൻ ഹസാരിക പാലം ഉള്ളത് കേട്ടോ. ധോള സദിയ പാലം എന്നും കൂടി ഈ പാലം അറിയപ്പെടും. അസമിനെയും അരുണാചൽ പ്രദേശിനെയും ബന്ധിപ്പിക്കുന്ന പാലമാണെന്ത്? ഈ ഒരു ഭൂപേൻ ഹസാരിക പാലം. ഓക്കെ, നെക്സ്റ്റ് എന്തായിരുന്നു? യമുനയുടെ വലത് തീര പോഷക നദികൾ അല്ലെ? അളകനന്ദയുടെ പോഷക നദികൾ സംഗമിക്കുന്ന 5 പ്രയാഗ്. ഒന്ന് പറഞ്ഞേ പ്രയാഗുകള്. വിഷ്ണു പ്രയാഗ്, നന്ദപ്രയാഗ്, കർണപ്രയാഗ്, രുദ്രപ്രയാഗ്, ദേവപ്രയാഗ്. വിഷ്ണു പ്രയാഗ്, നന്ദപ്രയാഗ്, കർണപ്രയാഗ്, രുദ്രപ്രയാഗ്, ദേവപ്രയാഗ് അല്ലെ? ഓക്കെ, അപ്പൊ അളകനന്ദയുടെ പോഷക നദികൾ ഏതൊക്കെയാ വരുന്നേ? ധൗളി, ഗംഗ, നന്ദാകിനി, പിണ്ടാർ നദി, മന്ദാകിനി. ഓക്കെ, ഈ 5ാമത്തെ പ്രയാഗില് എന്താ നടക്കുന്നത്? 5ാമത്തെ പ്രയാഗില് ഗംഗയും അളകനന്ദയും സംഗമിക്കുന്നു. ഗംഗയും അളകനന്ദയും കൂടി സംഗമിക്കുന്നു അല്ലെ? അതായത് ധൗളി ഗംഗ അളകനന്ദയുമായിട്ട് ചേരുന്ന സ്ഥലമാണ് വിഷ്ണുപ്രയാഗ്. നന്ദാകിനി അളകനന്ദയുമായി ചേരുന്ന സ്ഥലമാണ് നന്ദപ്രയാഗ്. പിണ്ടാർ നദി അളകനന്ദയുമായി ചേരുന്ന സ്ഥലമാണ് കർണപ്രയാഗ്. ഇനി മന്ദാകിനി അളകനന്ദയുമായി ചേരുന്ന സ്ഥലമാണ് രുദ്രപ്രയാഗ്. ഭഗീരഥി അളകനന്ദയുമായി ചേരുന്ന സ്ഥലമാണ് ദേവപ്രയാഗ്. ഓക്കെ, അപ്പൊ ഇതാണെന്ത്? 5 പ്രയാഗുകൾ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് യമുനയുടെ വലത് തീര പോഷക നദികൾ ഏതൊക്കെയാ? ചമ്പൽ, ബത്വ, ചമ്പൽ, ബത്തുവ, കെൻ, ടോൺസ്. ഇതാണ് യമുനയുടെ വലത് തീര പോഷക നദികള്. വലത് തീര പോഷക നദികൾ ഉത്ഭവിക്കുന്നത് ഉപദ്വീപീയ പീഠഭൂമിയിൽ നിന്നാണ് കേട്ടോ. യമുനയുടെ വലത് തീര പോഷക നദികളായ ചമ്പല്, ബെത്തുവ, കെൻ, ടോൺസ് ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാ? ഈ ഒരു ഉപദ്വീപീയ പീഠഭൂമിയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. ഇനി യമുനയുടെ ഇടത് തീര പോഷക നദികളാണ് ഹിന്ദൻ, റിന്ദ്, സെങ്കർ, വരുണ. ഏതൊക്കെയാ? ഹിന്ദൻ, റിന്ദ്, സെങ്കർ, വരുണ. അപ്പൊ യമുനയ്ക്കും ഉണ്ട് എന്ത്? ഇടത് തീര പോഷക നദികളും ഉണ്ട്, വലത് തീര പോഷക നദികളും ഉണ്ട്. ഓക്കെ, ഇനി ഉത്ഭവിക്കുന്ന എവിടെന്നാ യമുന? ഉത്തരാഖണ്ഡിലെ യമുനോത്രി. ടോട്ടൽ ലെങ്ത് എത്രയാ? 2526. ടോട്ടൽ ലെങ്ത് യമുനയുടെ 2525 കിലോമീറ്റർ. 1376. 25 ഗംഗയുടെ കേട്ടോ. ഫാൻസി നമ്പർ ഗംഗയ്ക്കാ വരുന്നേ. 1376. മറന്നു വരുന്നല്ലേ? 1376 കിലോമീറ്റർ ആണ് യമുന നദി ഒഴുകുന്നത് കേട്ടോ. ഓക്കെ, ഏതൊക്കെ പട്ടണങ്ങളിലൂടെ ഒഴുകുന്നുണ്ട് യമുന? ആഗ്ര, ഡൽഹി, മധുര. ഓക്കെ, ഇപ്പൊ എത്ര ക്വസ്റ്റ്യൻ ആയി? 10 അല്ലെ? 11ാമത്തെ ഏതായിരുന്നു? ഗംഗയെ ദേശീയ നദിയായി പ്രഖ്യാപിച്ച വർഷം? എന്നായിരുന്നു? ഡേറ്റ് എന്നാ? 2008 നവംബർ 4. 2008 നവംബർ 4-നാണ് ഗംഗയെ ദേശീയ നദിയായിട്ട് പ്രഖ്യാപിച്ചത്. ഓക്കെ, ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? നമാമി ഗംഗ പദ്ധതി. നമാമി ഗംഗ പദ്ധതി ഏത് വർഷാ? ഏതാ ഇയർ പറ? നമാമി ഗംഗ 2014-ലാണ് നമാമി ഗംഗ പദ്ധതി കേട്ടോ. ഓക്കെ, നമാമി ഗംഗ പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാ? ലക്ഷ്യങ്ങള്
എന്തൊക്കെയാ ലക്ഷ്യം? പ്ലാസ്റ്റിക് വേസ്റ്റ്. മലിനീകരണങ്ങളിൽ നിന്ന് സംരക്ഷിക്കുക. ആ, ഒരു 8 ഗംഗാനദിയുടെ സംരക്ഷണവും ശുചീകരണവും. ഒരു 8 പോയിന്റ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമാമി ഗംഗാ പദ്ധതിയുടെ ലക്ഷ്യങ്ങളിൽ. 8 പോയിന്റ്സ് ഉണ്ടായിരുന്നു. ഏതാ വരുന്നത് 8 പോയിന്റ്സ്? മലിനജല ശുദ്ധീകരണം, നദീമുഖ വികസനം. മലിനജല ശുദ്ധീകരണ സംവിധാനങ്ങളാണ് ആദ്യത്തെ പോയിന്റ് കേട്ടോ. മലിനജല ശുദ്ധീകരണ സംവിധാനങ്ങള്. പിന്നെ സെക്കൻഡ് നദീമുഖ വികസനം. തേർഡ് നദീ ഉപരിതല ശുചീകരണം. ഫോർത്ത് ജൈവ വൈവിധ്യം. ഫിഫ്ത്ത് വനവൽക്കരണം. സിക്സ്ത് പൊതുജന ബോധവൽക്കരണം. ആൻഡ് സെവൻത്ത് വ്യവസായങ്ങളിൽ നിന്നും പുറന്തള്ളുന്ന മാലിന്യങ്ങളുടെ നിരീക്ഷണം. ലാസ്റ്റ് വൺ ഗംഗാ ഗ്രാമം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ വരുന്നത് ഗംഗയുടെ അല്ലെങ്കിൽ നമാമി ഗംഗ പദ്ധതിയുടെ ലക്ഷ്യങ്ങളായിട്ട് വരുന്നത് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണോ? ഒന്നുകൂടി പറയാമോ? ഒന്നുകൂടി പറയാം. നമാമി ഗംഗ പദ്ധതി എന്താന്ന് വെച്ചാല് ദേശീയ നദിയായ ഗംഗയിലെ മലിനീകരണം ഫലപ്രദമായി കുറയ്ക്കുക, നദിയുടെ പുനരുജ്ജീവനം എന്നീ ഉദ്ദേശ ലക്ഷ്യങ്ങളോടെ ആരംഭിച്ച പദ്ധതിയാണെന്ത്? നമാമി ഗംഗ പദ്ധതി. ഓക്കെ, ഭാരത സർക്കാരിന്റെ സംയോജിത സംരക്ഷണ ദൗത്യമാണെന്ത്? നമാമി ഗംഗ പദ്ധതി എന്ന് പറയുന്നത് കേട്ടോ. അപ്പോ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. മലിനജല ശുദ്ധീകരണ സംവിധാനങ്ങൾ ഫസ്റ്റ് പോയിന്റ്. സെക്കൻഡ് നദീമുഖ വികസനം. തേർഡ് പോയിന്റ് നദീ ഉപരിതല ശുചീകരണം. ഫോർത്ത് പോയിന്റ് ജൈവ വൈവിധ്യം. ഫിഫ്ത്ത് വനവൽക്കരണം. സിക്സ്ത് പൊതുജന ബോധവൽക്കരണം. സെവൻത്ത് വ്യവസായങ്ങളിൽ നിന്നും പുറന്തള്ളുന്ന മാലിന്യങ്ങളുടെ നിരീക്ഷണം. എയ്ത്ത് ഗംഗാ ഗ്രാമം. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, ക്ലിയർ ആണ് അല്ലെ? അപ്പൊ നിങ്ങൾക്ക് ഇതൊന്നും കൂടി റിവിഷൻ ആയില്ലേ? ഹെൽപ്ഫുൾ ആയില്ലേ? ആയി അല്ലെ? ആയി. നിങ്ങൾക്ക് പഠിച്ചവർക്ക് റിവിഷനും ആയി, പഠിക്കാത്തവർക്ക് ഒന്നും കൂടി ആ പോയിന്റ്സ് വെച്ചിട്ട് കേൾക്കാനും പറ്റും. ഓക്കെ, നമ്മളെ ക്ലാസ് അവിടെ വെച്ചായിരുന്നു നിർത്തിയിരുന്നേ? ഉപദ്വീപീയ നദികളില് നർമ്മദ നമ്മൾ എടുത്തായിരുന്നു. താപ്തി എടുത്തിരുന്നോ? എടുത്തിരുന്നു. താപ്തി എടുത്തല്ലേ? ഓക്കെ. ഗോദാവരി വരെ എടുത്തു. ഗോദാവരി എടുത്തായിരുന്നു. ഗോദാവരി വരെ എടുത്തു. കൃഷ്ണ എടുത്തിട്ടില്ല. ഗോദാവരി വരെ എടുത്തല്ലേ? ഓക്കെ. ഗോദാവരിയുടെ പോഷക നദികൾ ഒന്ന് പറഞ്ഞേ നൗസിയ. ഗോദാവരിയുടെ പോഷക നദികള് അറിയാവുന്നവര് പറഞ്ഞോട്ടോ, ചോദിക്കുന്നവർക്ക് കിട്ടിയില്ലെങ്കില്. ഇന്ദ്രാവതി, ശബരി, പൊൻഗംഗ, പിൻഗംഗ, മഞ്ജീര. പ്രവര, മഞ്ജീര. വലത് തീരപോഷക നദികൾ ഏതൊക്കെയാ? അമ്പിളി സുരേന്ദ്രൻ. പ്രവര, മഞ്ജീര, മഞ്ഞാർ. പ്രവര, മഞ്ജീര, മഞ്ഞാർ അല്ലേ? ഓക്കെ. എവിടെന്നാ ഉത്ഭവിക്കുന്നേ? ഗോദാവരി ഉത്ഭവിക്കുന്ന എവിടെന്നാ? മഹാരാഷ്ട്രയിലെ നാസിക്കിലെ ത്രയംബക് കുന്നുകൾ അല്ലേ? ഓക്കെ. താപ്തിയുടെ നീളം എത്രയാ ടോട്ടൽ വരുന്നേ? 724 കിലോമീറ്റർ. 724 കിലോമീറ്റർ അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. താപ്തി കൂടുതൽ ദൂരം ഒഴുകുന്ന സംസ്ഥാനം ഏതാ?
മഹാരാഷ്ട്ര. മഹാരാഷ്ട്ര. ഓക്കെ. അപ്പൊ നർമ്മദ ഉത്ഭവിക്കുന്ന എവിടെ നിന്നാ? നർമ്മദ എവിടെ ഉത്ഭവിക്കുന്നത്? അമർകണ്ടക് കുന്നുകൾ. ഛത്തീസ്ഗഡിലെ മൈക്കല നിരകളിലെ അമർകണ്ടക് കുന്നുകൾ. ഛത്തീസ്ഗഡ് ആണോ ഞാൻ പറഞ്ഞായിരുന്നേ? അമർകണ്ട് പീഠഭൂമിയല്ലേ? ഞാൻ എവിടെയാ പറഞ്ഞേ? നർമ്മദ മധ്യപ്രദേശിലെ അനുപൂർ ജില്ലയിലെ മൈക്കല മലനിരകൾക്കടുത്തുള്ള അമർഖണ്ഡ് പീഠഭൂമിയിൽ നിന്ന്. ഓക്കെ. ഓക്കെ. ചില പ്രത്യേകതകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതൊന്നും ആരെങ്കിലും പറയാമോ? റംസാ താഴോട്ട് ഒഴുകുന്ന നദി. അതായത് നീളത്തിന്റെ അടിസ്ഥാനത്തിലുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പൊസിഷൻ പറഞ്ഞിട്ടുണ്ട്. നീളം കൂടിയ നദി. ഉപദ്വീപീയ പീഠഭൂമി നദികളിൽ 3-ാം സ്ഥാനം. പിന്നെ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഉപദ്വീപീയ നദികളിൽ ഏറ്റവും വലിയ നദി. പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഉപദ്വീപീയ നദികളില് ഏറ്റവും വലിയ നദി. ഓക്കെ. ഇന്ത്യയിലെ എത്രാമത്തെ നദി നീളം കൂടിയ? 5-ാമത്തെ. ബാക്കിയുള്ള ക്രമം ഒന്ന് പറഞ്ഞേ. ബാക്കി ആരൊക്കെയാ വരിക അതിന് മുമ്പില്? ഗംഗ, ഗോദാവരി, കൃഷ്ണ, യമുന, നർമ്മദ. ഓക്കെ. ഏറ്റവും കൂടുതൽ ദൂരം ഒഴുകുന്നത് എവിടെയാ? ഏറ്റവും കൂടുതൽ ദൂരം നർമ്മദ. മധ്യപ്രദേശില്. എത്ര കിലോമീറ്ററാ? 1077 കിലോമീറ്റർ. ഓക്കെ. ഇനി മഹാരാഷ്ട്രയിലൂടെ എത്ര കിലോമീറ്റർ ഒഴുകുന്നുണ്ട്? 74 കിലോമീറ്റർ. ഗുജറാത്തിലൂടെയാണെങ്കിലോ? 161. 161 അല്ലേ? ഓക്കെ. ഇനി നർമ്മദയുടെ പ്രധാനപ്പെട്ട പോഷക നദികൾ ഏതൊക്കെയാ വരിക? ഹിരൺ, താവ, ബഞ്ചാൻ, ഷേർ. ഓക്കെ. നർമ്മദ നദീ സംരക്ഷണ ദൗത്യം അറിയപ്പെടുന്ന പേരെന്താ? നമാമി ദേവി നർമ്മദ. എന്താ? നമാമി ദേവി നർമ്മദ. നമാമി ദേവി നർമ്മദ അല്ലെ? ഓക്കെ. ഇനി നർമ്മദ ഒരു അഴിമുഖം സൃഷ്ടിക്കുന്നുണ്ട് അല്ലെ ഒരു സ്ഥലത്ത്. ആ സ്ഥലത്തിന്റെ പേരെന്താ? ബറൂച്ച്. ബറൂച്ച്. ഓക്കെ. നർമ്മദ നദീജല തർക്ക പരിഹാര ട്രിബ്യൂണൽ സ്ഥാപിതമായതെന്നാ? 1969 ഒക്ടോബർ 6. 1969 ഒക്ടോബർ 6. ഓക്കെ. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങളോട് എന്തോ എഴുതിക്കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഏതായിരുന്നു അത്? പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? എന്തോ ഒരു ഹോംവർക്ക് തന്നിട്ടുണ്ടായിരുന്നില്ലേ? ഭൂഖണ്ഡത്തിലെ കാര്യങ്ങളാണോ പറഞ്ഞിരുന്നേ? മുന്നത്തെ ക്ലാസ്സിലായിരുന്നു അല്ലേ? ഓക്കെ. ഓക്കെ. അപ്പൊ നമ്മള് ഏകദേശം ഒരു റിവിഷൻ ആയിട്ടുണ്ട് നമ്മുടെ. ഓക്കെ. ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സില് മഹാനദി, കൃഷ്ണ, കാവേരി ആ നദികളാണ് ഇനി അടുത്ത ക്ലാസ്സിൽ എടുക്കാനായിട്ടുള്ളത്. അപ്പൊ എന്ത് ചെയ്യാം, ജസ്റ്റ് എന്ത് ചെയ്യാം, നമ്മളിപ്പോ ക്ലാസ് എടുക്കുന്നതിന് മുമ്പായിട്ട് വേണമെങ്കിൽ ജസ്റ്റ് നിങ്ങളൊന്ന് റാങ്ക് ഫയൽ ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് വരിക കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഇത് എടുക്കുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ ക്ലിയർ ആവും. പിന്നെ ബൈ ഹാർട്ട് ചെയ്യേണ്ട ആവശ്യം അവിടെ വരുന്നില്ല. ഓക്കെ, മനസ്സിലായോ? പറഞ്ഞത് മനസ്സിലായോ? മനസ്സിലായി. ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് വരിക, പഠിക്കാനൊന്നും വേണ്ട, ജസ്റ്റ് വായിച്ചിട്ട് വരിക. നെക്സ്റ്റ് ക്ലാസ്സിൽ ആ 3 പ്രധാനപ്പെട്ട നദികളാണ് ഇനി എടുക്കാൻ പോകുന്നത് കേട്ടോ. ഓക്കെ.
അപ്പൊ എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു റിവിഷൻ ചെയ്തത് കേട്ടോ. ഓക്കെ, അപ്പൊ വൈൻഡ് അപ്പ് ചെയ്യാൻ കേട്ടോ ക്ലാസ്. ഇനി റഫീഖ് സാറിന്റെ ക്ലാസ് ഉണ്ട് കേട്ടോ നിങ്ങൾക്ക്. ഓക്കെ, താങ്ക് യു. അപ്പൊ നെക്സ്റ്റ് വീക്ക് കാണാം കേട്ടോ. താങ്ക് യു മിസ്. താങ്ക് യു. താങ്ക് യു.